ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നതിനും ആശംസകൾ അർപ്പിച്ചതിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു മാം. പഠനത്തിലും പാഠ്യേതര രംഗങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തുന്ന LF ഹൈസ്കൂളിൻ്റെ ലീഡർ കുമാരി ഐഷ നവാറിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നാം ഏവരും കാത്തിരുന്ന ആ ദിവസം സമാഗതമായിരിക്കുകയാണ്. നമ്മുടെ വിജയങ്ങളും അംഗീകാരങ്ങളുമൊക്കെ ആഘോഷിക്കുവാനുള്ള സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വാർഷികാഘോഷം. ഇരിങ്ങാലക്കുടയുടെ വളർച്ചയിലും സാമൂഹിക പുരോഗതിയിലും വലിയ സ്വാധീനം ചെലുത്തുന്ന അണയാത്ത ദീപമായി നിലകൊള്ളുന്ന നമ്മുടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂൾ സ്ഥാപിതമായിട്ട് LP 102 വർഷവും ഹൈസ്കൂൾ 81 വർഷവും പിന്നിടുകയാണ്. ഈ അവസരത്തിൽ പ്രശസ്ത അമേരിക്കൻ തത്വചിന്തകനായ സിഡ്നി ഹാരിസിന്റെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. വിദ്യാഭ്യാസം എന്നത് കണ്ണാടിയിൽ നിന്നും ജനാലകളിലേക്കുള്ള മാറ്റമാണ്. അതായത് കേവലം സ്വാർത്ഥ ചിന്തകൾക്കുപരി മറ്റുള്ളവരിലേക്ക് നോക്കുവാനും സമൂഹത്തിന് നന്മ ചെയ്യുവാനും അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള മൂല്യബോധമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ ലക്ഷ്യവും ഊന്നിക്കൊണ്ട് ശാസ്ത്രബോധവും മൂല്യബോധവുമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്ന നമ്മുടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂൾ വിദ്യാലയം നിരവധി പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെയാണ് നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്. ഇത്രമേൽ ഈ വിദ്യാലയത്തെ പ്രശോഭിതമാക്കിയ, ഇതിനു പിന്നിൽ പ്രയത്നിച്ച എല്ലാ മഹത് വ്യക്തിത്വങ്ങളെയും, ഇവിടുത്തെ അധ്യാപകരെയും അനധ്യാപകരെയും അധികൃതരെയും ഇവിടെ നിന്നും സേവനം അനുഷ്ഠിച്ച് വിരമിച്ചു പോയവരെയും മൺമറഞ്ഞു പോയവരെയും എല്ലാവരെയും ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. എല്ലാത്തിലും ഉപരി ഈ വർഷം ഇവിടെ നിന്നും വിരമിക്കുന്ന നമ്മുടെ ഗുരുഭൂതർ, ഈ വർഷം 5 ഗുരുഭൂതരാണ് ഈ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ നവീന. നമുക്കറിയാം, ഈ വർഷം ഇരിങ്ങാലക്കുട ഉപജില്ലയിൽ ശാസ്ത്രോത്സവത്തിൽ LF വിദ്യാലയം ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കലോത്സവത്തിൽ ധാരാളം പോയിന്റുകൾ നേടി മികച്ച ഗേൾസ് സ്കൂളായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ഇവിടുത്തെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. ഇതിനായി ഞങ്ങളെ ഒരുക്കിയ, ഒരു മാലയിലെ മുത്തുകളെ പോലെ ഞങ്ങളെ കോർത്തിണക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നവീന സിസ്റ്റർക്ക് ഞങ്ങളുടെ ഏവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ്. സിസ്റ്റർക്ക് ഭാവി ജീവിതത്തിനായുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്. സിസ്റ്റർ ഒരു സുഹൃത്തിനോടെന്ന പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാവുന്ന, ഞങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ മത്സരം വഴുവരും 1ാം സ്ഥാനം പ്രാപ്തമാക്കുവാനായി ഞങ്ങളെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നവീന സിസ്റ്ററാണ്. സിസ്റ്റർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങളുടെ സാമൂഹ്യശാസ്ത്രം അധ്യാപികയായ, സാമൂഹ്യശാസ്ത്ര പഠനം അത്രമേൽ മനോഹരമാക്കിയ ഞങ്ങൾ വിദ്യാർത്ഥികളോട് ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഒരു മാർഗദർശനമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജാൻസീന സിസ്റ്റർ, പേര് പോലെ തന്നെ ശാലീനയായ, മലയാള പഠനം അത്രമേൽ മധുരിതമാക്കിയ സൗമ്യതയുടെ പ്രതിരൂപമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശാലീന സിസ്റ്റർക്കും ജാൻസീന സിസ്റ്റർക്കും ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹിന്ദി അധ്യാപികയും നിരവധി പദവികൾ അലങ്കരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റിൻസി സിസ്റ്റർക്കും അതോടൊപ്പം തന്നെ കുരുന്നുകളായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിവ് പകർന്നു നൽകിക്കൊണ്ട് അറിവിന്റെ ലോകത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തിയ, വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തിയ, വിജ്ഞാന കുതികകളായി മാറാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ആലീസ് ടീച്ചർക്കും ഞങ്ങളുടെ ഏവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ വർഷം വിരമിക്കുന്ന ഈ അധ്യാപകർക്കെല്ലാം എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരു വിദ്യാർത്ഥി പ്രതിനിധി എന്ന നിലയിൽ ഇവരുടെ സ്തുത്യർഹമായ സേവനത്തിനു മുന്നിൽ, കർമ്മനിരതയ്ക്ക് മുന്നിൽ ഞാൻ ഒരു നിമിഷം പ്രണാമം അർപ്പിക്കുകയാണ്. ഒരു 10ാം ക്ലാസ്സുകാരി എന്ന നിലയിൽ ഈ വർഷം പടിയിറങ്ങുന്ന 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ LKG മുതൽ അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്. ഞങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുന്നതിനും ഇന്നിപ്പോൾ ഞാനിവിടെ ധൈര്യത്തോടെ നിന്ന് സംസാരിക്കുന്നത് ഈ വിദ്യാലയം കാരണമാണ്. എൻ്റെ അധ്യാപകരാണ്, ഈ വിദ്യാലയത്തിലെ അധ്യാപകരാണ് അതിന് കാരണം.
അതിന് ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാ കുട്ടികളും ഞങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുന്നതിനും അത് പരിപോഷിപ്പിക്കുന്നതിനും ഈ വിദ്യാലയം ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. അതിൽ ഞങ്ങൾ എന്നും കൃതജ്ഞരാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കഴിവുകളെ വളർത്തുവാനുള്ള എല്ലാ അവസരങ്ങളും ഈ വിദ്യാലയത്തിലുണ്ട്. ഇവിടുത്തെ അധ്യാപകർ അതിന് ചെലുത്തുന്ന സ്വാധീനം അല്ലെങ്കിൽ അവരുടെ പരിശ്രമം ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് അവസരങ്ങളെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് ഉയരങ്ങൾ കീഴടക്കുക. അതാണ് എൻ്റെ മുൻപിലിരിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്. ഈ അക്കാദമിക വർഷം ഇത്രമേൽ മനോഹരമാക്കിയ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും PT അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ വിദ്യാലയം ഇത്രയേറെ പ്രശോഭിതമായി വർണ്ണാഭമായി ഇനിയും കുറേ കാലം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അനേകായിരം കുരുന്നുകൾക്ക് അറിവ് പകർന്നു നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തും വിധം ഒരു മുതൽക്കൂട്ടാകും വിധം വാർത്തെടുക്കുവാൻ ഈ വിദ്യാലയത്തിന് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഐഷ നവാർ.